വെറും 2.3 കോടി മാത്രം ജനസംഖ്യയുള്ള രാജ്യം. പക്ഷേ ആ ചെറിയ രാജ്യം ഇപ്പോൾ ഇന്ത്യയെപ്പോലും മറികടന്നിരിക്കുകയാണ്. എന്തിലാണെന്നല്ലേ? അതെ, ലോകത്തിലെ 5ാമത്തെ ലാർജസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റായി തായ്വാൻ മാറിയിരിക്കുകയാണ്. ഇതിലെ ഷോക്കിംഗ് പാർട്ട് എന്താണെന്നാൽ $4 ട്രില്യൺ GDP ഉള്ള ഇന്ത്യയുടെ വെറും 23% തായ്വാൻ്റെ GDP. അപ്പോൾ എങ്ങനെ തായ്വാൻ ഇന്ത്യയെ മാർക്കറ്റ് സൈസിൽ മറികടന്നു? AI റവല്യൂഷനാണോ കാരണം ഒരു കമ്പനിയാണ്. ഒരു കമ്പനി മാത്രം ഇത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സിമ്പിളായി മുഴുവൻ കാര്യവും മനസ്സിലാക്കാം. ആദ്യം ഒരു കാര്യം ക്ലിയർ ആക്കണം. GDPയും സ്റ്റോക്ക് മാർക്കറ്റ് സൈസും ഒന്നല്ല. GDP എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ മൊത്തം സാമ്പത്തിക ഉൽപ്പാദനമാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് സൈസ് എന്ന് പറയുന്നത് ആ രാജ്യത്തെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളുടെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ആണ്. അതിനാലാണ് ചെറിയ ഇക്കോണമിയുള്ള രാജ്യത്തിന് പോലും ജയൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തായ്വാൻ്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണെന്നാൽ സെമി കണ്ടക്ടറുകളാണ്. ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചിപ്പ് മാനുഫാക്ചറിംഗ് ഹബ്ബാണ് തായ്വാൻ. പ്രത്യേകിച്ച് തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനി അഥവാ TSMC. ഈ ഒരു കമ്പനി ഇപ്പോൾ ലോക ടെക് ഇൻഡസ്ട്രിയുടെ ബാക്ക് ബോൺ പോലെയാണ്. ആപ്പിൾ, NVIDIA, AMD, AI കമ്പനീസ് ഓൾമോസ്റ്റ് എല്ലാ അഡ്വാൻസ്ഡ് ചിപ്സും TSMCയെ ആശ്രയിക്കുകയാണ് ലോകം. ഇപ്പോൾ ലോകത്ത് AI ബൂം നടക്കുകയാണ്. ChatGPT മുതൽ ഓട്ടോണോമസ് കാർസ് വരെ എല്ലാത്തിലും ഹൈ എൻഡ് AI ചിപ്സ് വേണം. ആ ചിപ്സ് നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും പവർഫുൾ കമ്പനികളിലൊന്നാണ് TSMC. അതുകൊണ്ട് TSMC ഷെയർസ് മാസീവ്ലി ഉയർന്നു. തായ്വാൻ സ്റ്റോക്ക് മാർക്കറ്റ് സ്കൈ റോക്കറ്റ് ചെയ്തു. റിപ്പോർട്ട്സ് പ്രകാരം തായ്വാൻ മാർക്കറ്റ് ഇൻഡെക്സിൽ ഏകദേശം 40% ഇൻഫ്ലുവൻസ് TSMCക്കുണ്ട്. അതായത് ഒരു കമ്പനിയുടെ ഗ്രോത്ത് മുഴുവൻ മാർക്കറ്റിനെയും പുഷ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യയുടെ എക്കോണമി സ്റ്റിൽ സ്ട്രോങ് ആണ്. പക്ഷേ റീസെൻറ്റ് മന്ത്സിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഹ്യൂജ് മണി പിൻവലിക്കുകയാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ലക്ഷക്കണക്കിന് കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് അവർ വിഡ്രോ ചെയ്തു. എന്തുകൊണ്ട്? ആദ്യ കാരണം ഇന്ത്യ മാർക്കറ്റ് വാല്യുവേഷൻ ഓൾറെഡി വളരെ ഹൈ ആണെന്നാണ് ഇൻവെസ്റ്റേഴ്സ് കരുതുന്നത്. രണ്ടാമത്തെ കാരണം റുപ്പിയുടെ വീക്ക്നെസ് ആണ്. റുപ്പിയുടെ വീക്ക്നെസ്സിനെ കുറിച്ച് നമ്മളുടെ ചാനൽ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. മൂന്നാമത്തെ കാരണം ഗ്ലോബൽ മണി ഇപ്പോൾ AI ഡ്രിവൺ ടെക് കമ്പനീസിലേക്ക് മൂവ് ചെയ്യുകയാണ്. അവിടെ തായ്വാന് ഡയറക്റ്റ്ലി ബെനിഫിഷ്യറിയാണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, തായ്വാൻ്റെ എക്കോണമി ഹൈലി ഫോക്കസ്ഡ് ആണ്. ടെക് പ്ലസ് സെമി കണ്ടക്ടർ എക്സ്പോർട്സ് ആണ് മെയിൻ പവർ. ഇന്ത്യയുടെ എക്കോണമി ഡൈവേഴ്സിഫൈഡ് ആണ്. മാനുഫാക്ചറിങ്, സർവീസസ്, അഗ്രികൾച്ചർ, IT, ബാങ്കിങ് അങ്ങനെ എല്ലാം മിക്സായ സ്ട്രക്ചറാണ് ഇന്ത്യക്ക്. അതുകൊണ്ട് ഇന്ത്യ സ്ട്രെങ്ത്തിൽ വളരെ സ്ട്രോങ് ആണ്. തായ്വാൻ പോലുള്ള രാജ്യങ്ങൾ ചില സെക്ടേഴ്സ് കാരണം എക്സ്പ്ലോസീവ് മാർക്കറ്റ് ഗ്രോത്ത് കാണിക്കും. ഇനിയുള്ള ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ, ഇത് ഇന്ത്യക്ക് ഡേഞ്ചർ സൈനാണോ? ഒരിക്കലുമല്ല. കാരണം ഇന്ത്യയുടെ റിയൽ ഇക്കോണമി ഇപ്പോഴും മച്ച് ലാർജറാണ്. പോപ്പുലേഷൻ അഡ്വാൻറ്റേജ്, ഡൊമസ്റ്റിക് മാർക്കറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത്, മാനുഫാക്ചറിങ് എക്സ്പാൻഷൻ ഇവ ഇന്ത്യയുടെ ലോങ് ടേം സ്ട്രെങ്ത് ആണ്. പക്ഷേ ഈ സംഭവം ഇന്ത്യക്കൊരു വലിയ ലെസൺ നൽകുന്നുണ്ട്. ഫ്യൂച്ചർ ഇക്കോണമി AIയും സെമി കണ്ടക്ടർ ടെക്നോളജിയും ഡോമിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓയിൽ റിച്ച് കൺട്രീസ് പോലെ ഫ്യൂച്ചറിൽ ചിപ്പ് റിച്ച് കൺട്രീസ് പവർഫുൾ ആകാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മേജർ രാജ്യങ്ങളും സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിക്കായി ബില്യൺസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയും സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ തായ്വാൻ ഇതിനകം ഡെക്കേഡ്സ് മുൻപിലാണ്. ഒരു കാര്യം ക്ലിയറാണ്, ഇന്ന് ലോകരാജ്യ സാമ്പത്തിക രംഗത്ത് ബിഗ്ഗസ്റ്റ് പവർ നാച്ചുറൽ റിസോഴ്സസ് മാത്രമല്ല, ടെക്നോളജി ഡൊമിനൻസ് ആണ്. കൂടുതൽ ഇത്തരം വീഡിയോയേക്കാൾ ചാനൽ ഫോളോ ചെയ്യൂ.